നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തായെന്ന് വെച്ചാൽ കുറച്ച് ഷോപ്പിംഗ് ആണ്, കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് കരുതി. ഓണക്കാണല്ലോ വരുന്നത്, പിന്നെ യൂട്യൂബ് വരുമാനവും കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ്. കൊല്ലണ്ടി തന്നെ എടുക്കുന്നത്. 2 ദിവസങ്ങൾക്ക് മുമ്പേ എൻ്റെ മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അന്നും എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് എടുത്തതിൻ്റെ 2-3 കളർ കോമ്പിനേഷൻ എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായി. അപ്പോൾ അതൊക്കെ എടുക്കുക. കുറച്ച് അല്ലാത്ത കാഷ്വൽ വെയറും കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ട്. പോയി നോക്കട്ടെ അവിടുത്തെ കളക്ഷൻ എങ്ങനെയാണെന്ന്. ശോഭികയിലാണ് പോകുന്നത്. കോഴിക്കോടേക്കൊന്നും പോകാനും വണ്ടി ഓടിക്കാനുള്ള ഒരു ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് ഇവിടുന്ന് തന്നെ നോക്കട്ടെ. ഇവിടെ ഉണ്ടെങ്കിൽ എടുക്കാം. അപ്പം ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ബാക്കി വയ്യേ വരാം കേട്ടോ. ഓക്കെ, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം ഒന്ന് പമ്പ് കയറണം. എൻ്റെ അറിവിൽ വണ്ടി കൊണ്ട് പമ്പ് കയറിയിട്ട് കാലം കുറേ ആയി. കാരണം ഞാൻ വണ്ടി അങ്ങനെ ഇപ്പം എടുക്കാറില്ല. അപ്പം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എപ്പോഴും ബ്ലിങ്ക് ചെയ്ത് ഞാൻ കോഴിക്കോട് പോയി അന്ന് ഉള്ളിയേരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ സിസ്റ്റർ വീട്ടിൽ വന്നിട്ടെന്ന് കേട്ടപ്പം പെട്രോൾ അടിക്കാൻ സമയമില്ലാണ്ട് നല്ല ഉള്ളിയിരുന്നങ്ങാണ്ടാണ് ബ്ലിങ്ക് ചെയ്തത്. ബ്ലിങ്ക് ചെയ്തതിന് ശേഷം 40 കിലോമീറ്റർ പോകുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ബ്ലിങ്ക് ചെയ്താലും ഞാൻ ഒരു 10 കിലോമീറ്റർ പോയി കഴിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒന്ന് പമ്പ് കയറ്റിയിട്ട് ഒന്ന് ഇന്ധനം അടിച്ചാലട്ടെ, എന്നിട്ട് വേണം പോകാൻ. അപ്പോൾ ഓക്കെ, അങ്ങനെ പെട്രോൾ അടിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇവിടെ എത്തി ഗൈസ്. വണ്ടി ഇതോ അവിടെ പാർക്ക് ചെയ്തു. മുൻപിൽ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. സെക്യൂരിറ്റിനെ കണ്ടില്ല. ഇനി ഇവിടെ കയറി വീഡിയോ എടുത്തെങ്ങാനും കോപ്പിറൈറ്റ് കിട്ടുമോ എന്നൊരു സംശയം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എടുത്തതിന് കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു, എന്നിട്ട് സൗണ്ട് ഇല്ലാണ്ട് അങ്ങ് ഇട്ടതാണ്. എന്തോ പോയി നോക്കാം. ഇതുകൊണ്ടേ എൻ്റെ കാറ്. ടോപ്പ് ബ്ലാക്ക് എല്ലാം അടിമില്ലേ? നല്ലത് പറഞ്ഞതുണ്ട്. ഇനി വന്നിനോ കണ്ടോ? അധികം
അപ്പം ഞാൻ എടുത്തിട്ട് വരാം. എന്തോ പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഫൈനലി ഇത് രണ്ടും കേട്ടോ എടുത്തത്. ബ്ലൂ രണ്ട് കളറും എനിക്കില്ല, അതുകൊണ്ട് ഇത് രണ്ടും എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഇത് രണ്ടും എടുത്ത് വന്നത്. പിന്നെ ഒരു ലോഡ് സാധനങ്ങളും മേടിച്ചു, ഒരു ലോഡ് മീനുകളും. കുറേ പകുതി മുക്കാലും വീട്ടിൽ കൂടെ ഇടാനുള്ള പീസാട്ടോ. വീട്ടിലെത്തിയിട്ട് ഡീറ്റെയിലായിട്ട് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ എവിടെയും പോകുമ്പോൾ കിട്ടാൻ പറ്റിയത് 2 ടോപ്പ് അത്രേ എടുത്തിട്ടുള്ളൂ. ലഭ്യങ്ങളുണ്ട് ഗൈസ്. ഒക്കെ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. എല്ലാത്തിൻ്റെ പ്രൈസും വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ദേ ഗൈസ് സാധനങ്ങളൊക്കെ മേടിച്ചു, വീട്ടിലെത്തി. അപ്പം എന്തൊക്കെയാണ് മേടിച്ചത്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അവിടുന്ന് പറ്റിയിടാലോ. അതൊന്ന് ഇതേ കിടക്കുകയും ചെയ്തിരുന്നു. ഇത് 2 ഷാളാണ്. തലയിലിടാത്ത എനിക്കെന്തിനാണ് ഷാൾ എന്ന് ചോദിക്കാൻ വരണ്ട. കാരണം ഒരു സേഫ്റ്റിക്ക് നമ്മൾ പണ്ടേ തൊട്ടിട്ട് കൊണ്ടുകൊണ്ടെടുക്കുന്നതാണല്ലോ. അതുകൊണ്ട് 2 ഷാൾ മേടിച്ചു. അപ്പം ഇങ്ങനെയുള്ളത് ഞാൻ ഷോപ്പിൽ നിന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു ടോപ്പ് വരുന്നത് ഇതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ടോപ്പ്. പിന്നെ ഒരു ഗ്രീൻ ടോപ്പ് എടുത്തു കേട്ടോ. ഇത് എനിക്ക് വർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല വർക്ക് കേട്ടോ. പണ്ട് ഇങ്ങനത്തെ മുത്തുകൊണ്ട് മാല വർക്ക് ചെയ്യും. അപ്പം അതായി. ഇനി എന്താ ഉള്ളത്,
സെറ്റാക്കി എടുത്തതാട്ടോ. സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയതാണ്. ടീഷർട്ട് വാങ്ങിയത് ടീഷർട്ടിന് 169. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് എത്രയെന്ന് ചോദിക്കേണ്ട. ഷാളിന് വരുന്നത് 130 രൂപ കേട്ടോ. 130 രൂപൻ്റെ 2 ഷാളാണ് ഞാൻ മേടിച്ചത്. ഈ ടോപ്പിന് എത്രയാ രൂപ വരുന്നതെന്ന് വെച്ചാൽ ടോപ്പിൻ്റെ റേറ്റ് എവിടെ പോയി ഗൈസ്? 685 രൂപയാണ് ടോപ്പിന് വരുന്നത്. പിന്നെ ഈ ടോപ്പിന് വരുന്നത് 780 രൂപ. അപ്പം അതാണ്. ഇനി ഇത് ഞാൻ സെപ്പറേറ്റ് ഉള്ളത് സെറ്റാക്കിയെടുത്തതാണ്. ഒരു പാൻറ്റും ഒരു ടോപ്പും. ഈ പാൻറ്റിന് എത്രയാന്ന് വെച്ചാൽ 195 രൂപയാണ് പാൻറ്റിന് വരുന്നത്. ഈ ടോപ്പിന് വരുന്നത് 169 രൂപ. അത് ഞാൻ അങ്ങനെ സെറ്റാക്കിയതാണ്. പിന്നെ മേടിച്ചത് നാല് 2 പീസ് സെറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വരുന്നത് പാൻറ് വരുന്നത് ഇങ്ങനെയാണ്. ടോപ്പ് വരുന്നത് ഇതാണ്. ഇതിന് റേറ്റ് വരുന്നത് 485 രൂപ റേറ്റ് വരുന്നത്. ഇതാ ഒരു പിക്ചറൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെയാണ്. അപ്പോൾ ഫസ്റ്റ് അതാണ്. സെക്കൻഡ് ഒരു മഞ്ഞ പാൻറ് വരുന്നത് ഇതാണ്. ടോപ്പ് വരുന്നത് ഇതാണ്. ഇതിന് വരുന്നത് 698 രൂപ കേട്ടോ. കാരണം കുറേ ദിവസങ്ങളായി വിചാരിക്കുന്നു വീട്ടിൽ കൂടി ഇടാൻ കുറച്ച് ഡ്രസ്സ് മേടിക്കണം. കാരണം ഒന്നാമത് ഞാൻ തടിച്ചത് കൊണ്ട് എൻ്റെ കയ്യിൽ ഡ്രസ്സൊന്നും ഇല്ല എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ പക്കത്തിലും പെയിൻ്റാണ്. ഇതൊക്കെ പെയിൻ്റ് ആക്കാനുള്ളതാട്ടോ. മൂന്നാമത് വരുന്നത് പാൻറ് ഇതാണ്. ടോപ്പ് വരുന്നത് ഇതാണ്. അപ്പോൾ ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 698 രൂപ തന്നെ വരുന്നത്. ലാസ്റ്റ് വൺ ഒരു കോട്ട് സെറ്റ് പോലെയാണ്. പാൻറ് വരുന്നത് ഇതാണ്. ടോപ്പ് വരുന്നത് ഇതാണ്. ഇതിന് 545 രൂപ. മൊത്തം ഒരു 5000-ൻ്റെ അടുത്ത് ഞാൻ ഡ്രസ്സ് എടുത്തു. കാരണം ഞാൻ പറഞ്ഞല്ലോ കുറേ ആയി ഡ്രസ്സ് എടുക്കണമെന്ന് വിചാരിച്ചിട്ട്. കാരണം വീട്ടിൽ കൂടി ഇടാനും പുറത്തുകൂടി പോകുമ്പോൾ ഇടാനും ഒന്നും ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഒക്കെ എനിക്ക് അളമാരയിൽ വെക്കേണ്ട സാഹചര്യമാണ്. കാരണം ഞാൻ തടിച്ചിട്ടുണ്ട്. 53 കിലോ ഉള്ള ഞാൻ 74 കിലോയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ കൂടി ഇടാനുള്ള ഡ്രസ്സും പുറത്തുകൂടി ഇടാനുള്ള ഡ്രസ്സൊക്കെ ടൈറ്റായിട്ട് എനിക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വീട്ടിൽ കൂടി ഇടുന്നത് 99% ഇതാണ്, പെയിൻ്റാണ്. അതുകൊണ്ടൊക്കെ ഒന്ന് മാറ്റണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഒക്കെ ഒന്ന് മേടിച്ചു. അപ്പോൾ ഇത്രയുള്ള ഷോപ്പിംഗ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ. തെറി മാത്രം അയക്കരുത്, അല്ലാത്ത കമൻറ്റുകളൊക്കെ ഇട്ടോളൂ. ഓക്കെ, ടാറ്റാ, ബൈ.